ഹലോ, ഇന്നൊരു ചെമ്മീൻ കറിയാലോ. ഒരു വട്ടെങ്കിലും ഈ രീതിയിലൊന്ന് ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൺചട്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന ടൈം ഒരു മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പ് ഇട്ട് കൊടുത്ത കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ തന്നെ കിടക്കട്ടെ. അപ്പം പിന്നെ അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കളറ് മാറുന്ന ടൈം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് തക്കാളി ഇട്ടെടുക്കുന്നത്. അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓൾറെഡി ഇത് പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും. ഇപ്പം തന്നെ മിക്സ് ചെയ്ത ടൈം തന്നെ ഈ ഒരു ലെവലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടിയും കൂടി ഇട്ടിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഈ ഒരു ഇതിൽ തന്നെ മിക്സ് ചെയ്യുന്ന ടൈം തന്നെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുളക്, മല്ലി, മഞ്ഞളൊക്കെ മിക്സ് ആയിട്ടുള്ള പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് 2 ടീസ്പൂൺ മല്ലി ആ ലെവലിൽ എടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമില്ലേ അത് തന്നെ ഇട്ട് കൊടുക്കാൻ വിട്ടു പോകരുത് അങ്ങനെയല്ല കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ മുളക് ഒക്കെ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി മിക്സ് ചെയ്യുന്ന ടൈം ഒന്ന് ശ്രദ്ധിക്കാട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ പുറത്തേക്കൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കാട്ടോ, എന്നെപ്പോലെ തിരക്ക് പിടിക്കാണ്ട് നിൽക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതും കൂടി ഒന്ന് ക്ലീൻ ആക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കറി ഒന്ന് കുറുക്കി വരുന്ന ടൈം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫാക്കാം നിങ്ങൾക്ക് കറി കുറച്ചും കൂടി തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കട്ടോ. സംഭവം അടിപൊളി കറിയ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.